സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തി പ്രാപിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും കനത്ത മഴയാണ് കിട്ടിയത്. മഴക്കെടുതിയിൽ കോട്ടയത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. പലയിടത്തും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നെയ്യാർ, മലങ്കര ഡാമുകളുടെ ഷട്ടർ തുറന്നതോടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് തൃശൂരും കാസർഗോഡും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ പതിവിലും നേരത്തെ എത്തിയ കാലവർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്നു. വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും കനത്ത മഴയാണ് ലഭിച്ചത്. കോട്ടയത്ത് റബ്ബർ മരം വീണ് എസ്റ്റേറ്റ് തൊഴിലാളി മരിച്ചു. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റ് ജീവനക്കാരനായ മുനിയസ്വാമിയാണ് മരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ഒടുമ്പ്ര കള്ളിക്കുന്നിൽ അഷ്റഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. 15 മീറ്ററോളം വരുന്ന കരിങ്കർ കെട്ടാണ് തകർന്നത്. കുറ്റ്യാടി, കാവിലുംപാറ, മരുതോങ്കര മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതോടെ തോട്ടിൽപ്പാലം പുഴയിലൂടെ മലവെള്ളം ഒഴുകിയെത്തി. ഇതോടെ റോഡുകളിൽ വെള്ളം കയറി. സുൽത്താൻ ബത്തേരിയിൽ ദൊട്ടപ്പൻ കുളത്തിന് സമീപം ദേശീയപാതയിലേക്ക് മരം മുറിഞ്ഞു വീണു. പാലക്കാട് തൃത്താല വട്ടത്താണിയിൽ മരച്ചില്ല പൊട്ടി കാറിന് മുകളിലേക്ക് പതിച്ചു. തൃത്താലയിൽ നിന്നും ആലൂർ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. അട്ടപ്പാടി ചുരത്തിൽ പാറ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 9ാം വളവിലാണ് കൂറ്റൻ പാറയും മണ്ണും ഇടിഞ്ഞു വീണത്. മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം പാലത്തിലും വെള്ളം കയറി. ശിരുവാണി അണക്കെട്ട് തുറന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും തൂതപ്പുഴയുടെ കൈവരിയായ മുറിയങ്കണ്ണിപ്പുഴയിലും ജലനിരപ്പുയർന്നു. മണ്ണാർക്കാട് അലനല്ലൂർ കണ്ണംകുണ്ട് ഭാഗത്തും വെള്ളം കയറി. ഇടുക്കി വാളറ ദേശീയപാതയിൽ റോഡിലേക്ക് ഇല്ലിമുളകൾ വീണു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ കാവേരിപ്പടിയിൽ നിന്നും വടക്കേച്ചാൽ വഴി തിരിച്ചുവിട്ടു. കോട്ടയത്ത് കനത്ത മഴയിൽ മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. ചുങ്കം മെഡിക്കൽ കോളേജ് ബൈപ്പാസിൽ പാലത്തിന് സമീപം ഉണ്ടായിരുന്ന കൂറ്റൻ മരമാണ് കടപുഴകി വീണത്. ചുങ്കത്ത് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണുണ്ടായ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കരിയങ്കോട്, നീലേശ്വരം, മെഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെയും ഇടുക്കി മലങ്കര ഡാമിന്റെയും ഷട്ടറുകൾ തുറന്നു. നെയ്യാർ ഡാമിന്റെ ഷട്ടർ 40 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. മലങ്കര ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പമ്പാ സ്നാനത്തിന് താത്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മല കയറുമ്പോൾ ഭക്തർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.